സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് സിഖ് ഗുരുവിൻ്റെ 350-ാം ജന്മവാർഷികമാണ് 2025 ഏപ്രിൽ 18-ന് ആചരിച്ചത്? ഗുരു തേജ് ബഹദൂർ. മൊറോക്കോയിലെ മറാക്കേച്ചിൽ നടന്ന ഗിറ്റെക്സ് ആഫ്രിക്ക 2025-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആര്? ജയന്ത് ചൗധരി. 2025-ലെ ലോക കരൾ ദിനത്തിൻ്റെ തീം എന്ത്? ഭക്ഷണമാണ് ഔഷധം. സൗദി അറേബ്യയിലെ ദമാമിൽ നടന്ന അണ്ടർ 18 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാര്? ഹിമാൻഷു ജാഖർ. ഇന്ത്യ അടുത്തിടെ പ്രദർശിപ്പിച്ച 4 കോർ മൾട്ടി കോർ ഫൈബർ വഴിയുള്ള ആദ്യത്തെ വിജയകരമായ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ ടെക്നോളജിയുടെ പ്രധാന പ്രയോജനം എന്ത്? ഇത് എൻക്രിപ്ഷൻ കീകളുടെ സുരക്ഷിതമായ ഷെയറിംഗ് ഉറപ്പാക്കുന്നു. അജയ് സേത്തിൻ്റെ പിൻഗാമിയായി സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി ആവുന്നതാര്? അനുരാധ താക്കൂർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ പുതിയ സെക്രട്ടറിയായും ICARൻ്റെ ഡയറക്ടർ ജനറലായും നിയമിക്കപ്പെട്ടതാര്? മാങ്കി ലാൽജത്ത്. സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ 100% വേർതിരിക്കലും ശേഖരണവും സംസ്കരണവും നേടിയ മഹാരാഷ്ട്രയിലെ നഗരം? കാരാട്. ഭൂഗർഭ കൽക്കരി ഖനനത്തിനായി പേസ്ഫിൽ ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായി സ്വീകരിച്ച കൽക്കരി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏത്? സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. 4.3 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് മാസ് ബ്ലാക്ക് ഹോളിൻ്റെ ഗുണങ്ങൾ കണ്ടെത്താനും അളക്കാനും ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തിടെ ഉപയോഗിച്ച ദൂരദർശിനി ഏത്? ദേവസ്ഥൽ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.